ഈ അടുത്ത് BSPയിൽ നിന്ന് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ചില തെറ്റായ നയങ്ങൾ മൂലം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഒരു സമാന്തര കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ആ കമ്മിറ്റി SDPIയിൽ പൂർണ്ണമായും ആ കമ്മിറ്റിയും അവരെ ഫോളോ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തകരും SDPIയിൽ ചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൽ നേതൃത്വം മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങിക്കഴിഞ്ഞു. ഇനി പ്രാദേശിക തലങ്ങളിൽ മൊത്തം പാർട്ടിയെ സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് ഈ പുതുതായി പാർട്ടിയിൽ ചേർന്ന നേതൃത്വത്തിൻ്റെ തീരുമാനം. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പുതുതായി പാർട്ടിയിൽ ചേർന്ന ബഹുമാന്യനായ അതിൻ്റെ പ്രസിഡൻ്റാണ് അരുൺകുമാർ, അതിൻ്റെ ജനറൽ സെക്രട്ടറി നിസാർ കാട്ടിയെടുക്കും, അതിൻ്റെ വൈസ് പ്രസിഡൻറ്റ് വാസന്തി പള്ളത്തെടുക്കും, അതേപോലെ അതിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറായ മാണി പെരിയ, അതുപോലെ അതിൻ്റെ ജില്ലാ ട്രഷറർ നാരായണൻ എന്നിവരാണ് ഇപ്പോൾ ഈ പ്രസ് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. ഇവർ പൂർണ്ണമായും നമ്മുടെ ഈ ഇലക്ഷനിൽ ആസന്നമായ ലോക്സഭാ ഇലക്ഷനിൽ SDPI സ്ഥാനാർത്ഥിയായി ഈ അബ്ദുൽ സലാം ഇനിയു എന്ന് പറയുന്ന ഞാൻ മത്സരിക്കുന്നുണ്ട്. SDPIയുടെ പൂർണ്ണമായ വിജയത്തിന് വേണ്ടി ആത്മാർത്ഥമായ പ്രവർത്തനം ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഒരു ശക്തമായ രീതിയിൽ തന്നെ കാസർഗോഡ് ജില്ലയിലെ പ്രവർത്തന രംഗത്തുണ്ടാകും. അത് പൂർണ്ണമായും ഈ അധസ്ഥിത പിന്നോക്ക പട്ടികജാതി പട്ടികവർഗ മേഖലകളിലും അതുപോലെ ന്യൂനപക്ഷ മേഖലകളിലും ശക്തമായ ഒരു പ്രവർത്തനം നടത്താനാണ് ഈ പുതുതായി പാർട്ടിയിൽ ചേർന്ന ഈ നേതൃത്വത്തിൻ്റെയും തീരുമാനം. അതിനുശേഷം ഒരു ജില്ലാ കമ്മിറ്റി നിലവിൽ വന്നിട്ടില്ല. മുമ്പത്തെ അതേ ജില്ലാ കമ്മിറ്റിയിലെ മുൻ ജില്ലാ കമ്മിറ്റിയിലെ